ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ VK. ഓണം എക്സാമിനേഷനിലേക്ക് ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ നമ്മളുടെ മുന്നിലുള്ളൂ അല്ലെ. അപ്പൊ നമ്മൾ അടിപൊളിയായിട്ട് 10 days ചലഞ്ചിലൂടെ എല്ലാ കൺസെപ്റ്റുകളും എല്ലാ കോണ്ടന്റുകളും ഉഷാറായിട്ട് പഠിച്ച് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്, റിവൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അത്തരത്തിൽ +2 ബിസിനസ് സ്റ്റഡീസിലേക്ക് വരുന്ന സമയത്ത് ഇത്തരത്തിൽ കണ്ടന്റുകളോ അല്ലെങ്കിൽ കോൺസെപ്റ്റുകളോ മാത്രം സെറ്റാക്കി വെച്ചാൽ മതിയോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പോരാ. കാരണം നമ്മൾ കണ്ടന്റുകൾ മാത്രം പഠിച്ച് കോൺസെപ്റ്റുകൾ മാത്രം പഠിച്ച് എക്സാമിനേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ചോദ്യം കാണുന്ന സമയത്ത് ചിലപ്പോൾ കൺഫ്യൂഷൻ ആവാൻ സാധ്യതയുണ്ട് അല്ലെ. ഇതെന്താ ചോദ്യം ഇങ്ങനെ വന്നത്, ഇത് ഇങ്ങനെയല്ലല്ലോ ഞാൻ പഠിച്ചിട്ടുള്ളത്, കോൺസെപ്റ്റ് ഇതാണ്, പക്ഷെ എനിക്ക് ചോദ്യം കാണുന്ന സമയത്ത് ഉത്തരം എഴുതാൻ വേണ്ടി പറ്റുന്നില്ല സർ എന്ന ചോദ്യം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കും. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ മോഡൽ ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും വർക്ക്ഔട്ട് ചെയ്യേണ്ടതുണ്ട്. ഇപ്പൊ നമുക്ക് അക്കൗണ്ടൻസി ആണെങ്കിലും എക്കണോമിക്സ് ആണെങ്കിലും ഒക്കെ നമുക്ക് പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ക്വസ്റ്റ്യൻ എന്തേക്കാം പരിചയപ്പെടാൻ വേണ്ടി പറ്റും. പക്ഷേ +2 ബിസിനസ് സ്റ്റഡീസിലേക്ക് വന്നു കഴിഞ്ഞാൽ കോൺസെപ്റ്റ് വായിച്ചു കഴിഞ്ഞ് പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ജസ്റ്റ് നിങ്ങൾ റഫർ ചെയ്യെങ്കിലും തീർച്ചയായിട്ടും വേണം. ഓക്കെ, സോ നമ്മുടെ +2 ബിസിനസ് സ്റ്റഡീസിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സ്ട്രക്ചർ എടുക്കുകയാണെങ്കിൽ നമുക്ക് 6 സെക്ഷനിലായിട്ട് കാണാം അല്ലെ. ജനറലി നമ്മൾ 6 സെക്ഷനിലായിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിനെ വിലയിരുത്താറുള്ളത്. അതിൽ ഒന്നാമത്തെ സെക്ഷൻ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവാറുള്ളത്. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ അതൊരു പക്ഷേ 10 എണ്ണം നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ 8 എണ്ണമോ 9 എണ്ണമോ ഡിപ്പെൻസ് ആണ്, അറ്റൻഡ് ചെയ്യേണ്ടി വരും. രണ്ടാമത്തെ സെക്ഷനിലായിട്ട് നമുക്കറിയാം 2 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഉണ്ടാവുക. അവിടെ ഒരു പക്ഷേ 5 ചോദ്യങ്ങൾ വരെ നിങ്ങൾ എഴുതേണ്ടി വരും. നമുക്കൊരു 3 ലൈൻ എക്സ്പ്ലനേഷൻ ആയിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് 2 പോയിന്റ് എഴുതാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും ജനറലി പറയാറുള്ളത്. ഇനി അടുത്ത് മൂന്നാമത്തെ സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ 3 മാർക്കിന്റെ ചോദ്യങ്ങളായിരിക്കും അവിടെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. ഒരു 5 ചോദ്യങ്ങൾ വരെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, അവിടെ എഴുതേണ്ടി, മാക്സിമം 5 ചോദ്യങ്ങൾ വരെ നിങ്ങൾ എഴുതേണ്ടി വരും. ഇനി നാലാമത്തെ സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു ഷോർട്ട് എസ്സേ പാർട്ടിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. സോ ആ ഷോർട്ട് എസ്സേ പാർട്ടിൽ വരികയാണെങ്കിൽ ഒരു 4 മാർക്ക് ചോദ്യങ്ങൾ വരെ നിങ്ങൾ കമ്പൽസറി ആയിട്ട് അറ്റൻഡ് ചെയ്യേണ്ടി വരും. അപ്പൊ നമുക്കറിയാം 4 മാർക്കിന്റെ ചോദ്യങ്ങൾക്ക് ആൻസർ എഴുതേണ്ട ഒരു പേജിന്റെ ഹാഫ് പേജാണ്. ഹാഫ് പേജോളം നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത്, ഡിപ്പെൻസ് അപ്പോൺ ദ ക്വസ്റ്റ്യൻ. ഇനി അടുത്തത് 5ാമത്തെ സെക്ഷനിലോട്ട് വന്നു കഴിഞ്ഞാൽ 5 മാർക്കാണ് ചോദ്യം. ഒരു 75% ഒരു പേജിന്റെ 75% ആണ് നിങ്ങൾ എഴുതേണ്ടത്. അവിടെ മാർക്ക് ചെയ്യാം കേട്ടോ. 75% ആണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, അവിടെ എഴുതേണ്ടത്. ഇനി അടുത്തത് 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഈസ് essay ക്വസ്റ്റ്യൻസ് ആണ്. essay ക്വസ്റ്റ്യൻസ് സാധാരണ എഴുതുന്ന സമയത്ത് നമ്മളൊരു കണ്ടന്റ് അനുസരിച്ച് ക്വസ്റ്റ്യൻ അനുസരിച്ച് തീർച്ചയായിട്ടും ഒരു ഫുൾ പേജും പിന്നെ തൊട്ടപ്പുറത്തെ പേജിന്റെ ഹാഫ് പോർഷനുമാണ് നിങ്ങൾ എന്ത് എഴുതേണ്ടത്. സോ ഇങ്ങനെയാണ് നമ്മുടെ ഒരു ജനറലി നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഒന്നാമത്തെ സെക്ഷൻ ആയിട്ടുള്ള 1 മാർക്കിന്റെ സെക്ഷൻ അല്ലെ. 1 മാർക്കിന്റെ സെക്ഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉറപ്പായിട്ടും ചോദിക്കുന്ന ഈ വരുന്ന ഓണം എക്സാമിനേഷനിലേക്ക് ഉറപ്പായിട്ടും ചോദിക്കുന്ന നല്ല കിഡിലൻ MCQ ക്വസ്റ്റ്യൻസ് ആണ്. സോ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ആ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്ന്. സോ അവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ദ നേച്ചർ ഓഫ് മാനേജ്മെന്റ് ആസ് ആൻ ആർട്ട്. ഒന്നാമത്തെ ചാപ്റ്ററിലെ ചോദ്യമാണ്, മാനേജ്മെന്റിന്റെ നേച്ചറുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇവിടെ ക്വസ്റ്റ്യൻ ഇതാണ്, which of the following best to describe the nature of management as an art. nature of management അല്ലെങ്കിൽ management as an art എന്ന് ബെസ്റ്റ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നത് താഴെ കൊടുത്തിട്ടുള്ള ഏതാണ് എന്നാണ് ചോദ്യം. പേഴ്സണലൈസ്ഡ് ആപ്ലിക്കേഷൻ ആണോ, പെർഫെക്ഷൻ ത്രൂ പ്രാക്ടീസ് ആണോ, റോൾ ഓഫ് ക്രിയേറ്റിവിറ്റി ആണോ, ഏതാണ്, അല്ലെങ്കിൽ ഓൾ ഓഫ് ദീസ് എബവ് ആണോ? ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദീസ് എബവ് ആണ്. ഇങ്ങനെ പറയാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇപ്പൊ ആർട്ട് എന്ന് പറയുന്ന സമയത്ത് അവിടെ പേഴ്സണൽ ആപ്ലിക്കേഷൻ തീർച്ചയായിട്ടും വേണ്ടതായിട്ടുണ്ട്. പെർഫെക്ഷൻ ത്രൂ പ്രാക്ടീസ് ആണ്, നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടെന്നാൽ എന്താക്കാൻ വേണ്ടി പറ്റും, നമുക്ക് എക്സ്പേർട്ടൈസ്ഡ് ആയിട്ട് മാറാൻ വേണ്ടി പറ്റും. സോ നമുക്ക് ആർട്ടുമായിട്ട് ബന്ധപ്പെട്ട ഫീച്ചർ ആണെന്ന് പറയാം. അതേപോലെ തന്നെ റോൾ ഓഫ് ക്രിയേറ്റിവിറ്റി, ഒരു ക്രിയേറ്റീവ് ലെവൽ എന്താക്കാൻ വേണ്ടി പറ്റും, ഏതൊരു ആർട്ടിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. അതും എന്താണ്, നമ്മൾ ആർട്ടിന്റെ ഫീച്ചർ ആയിട്ട് പഠിച്ചു വെച്ചിട്ടുള്ള കാര്യമാണ്. സോ അവർ ആൻസർ ഈസ് ദ ലാസ്റ്റ് വൺ, ഓൾ ഓഫ് ദീസ് എബവ് ആണ്. ഇനി അടുത്ത ചോദ്യം, മിസ്റ്റർ റൊണാൾഡോ, നിങ്ങൾ ഉദ്ദേശിച്ച റൊണാൾഡോ തന്നെ ആയിരിക്കും കേട്ടോ. ഓക്കെ, വേറെ റൊണാൾഡോ ആണ്. അപ്പൊ മിസ്റ്റർ റൊണാൾഡോ ഇവിടെ വർക്ക് ചെയ്യുന്നത് സൂപ്പർവൈസേഴ്സ് ദ വർക്കേഴ്സ് ഓഫ് റോൾവോ കമ്പനി ലിമിറ്റഡ്. റോൾവോ കമ്പനി ലിമിറ്റഡ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ മിസ്റ്റർ റൊണാൾഡോ എന്ത് ചെയ്യാണ്, കുറച്ച് വർക്കേഴ്സിനെ സൂപ്പർവൈസ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ സൂപ്പർവൈസർ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, റൊണാൾഡോ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ ദ ലെവൽ ഓഫ് മാനേജ്മെന്റ് ഹി ബിലോങ്സ് ടു, നെയിം ദ ലെവൽ ഓഫ് മാനേജ്മെന്റ് ഹി ബിലോങ്സ് ടു. അങ്ങനെയാണെങ്കിൽ ഏത് ലെവൽ മാനേജ്മെന്റിലാണ് ഈ പറയുന്ന റൊണാൾഡോ ഉൾപ്പെട്ടിട്ടുള്ളത് എന്നാണ് ചോദ്യം. സോ ടോപ്പ് ലെവലാണോ, മിഡിൽ ലെവലാണോ, ഹയർ ലെവലാണോ, ലോവർ ലെവലാണോ? ഏതാണ്, ലോവർ ലെവലാണ്. അപ്പൊ ഈ ലോവർ ലെവലെ വിളിക്കുന്ന മറ്റൊരു പേരാണ് സൂപ്പർവൈസറി മാനേജ്മെന്റ് എന്ന് വിളിക്കാറുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഓപ്പറേഷണൽ മാനേജ്മെന്റ് എന്നും കൂടി വിളിക്കാറുണ്ട്. ജസ്റ്റ് സാറോടെ എഴുതി വെച്ചിട്ടുണ്ട്, ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി നമ്മൾ അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ഐഡന്റിഫൈ ദ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് വിച്ച് എംഫസൈസസ് ഓൺ വൺ ഹെഡ് ആൻഡ് വൺ പ്ലാൻ. ഓർക്കുന്നുണ്ടോ നിങ്ങൾ, വൺ ഹെഡ് ആൻഡ് വൺ പ്ലാൻ അല്ലെ, ആരുടെ പ്രിൻസിപ്പിൾ ആണ്? ഹെൻറി ഫയോളിന്റെ 14 പ്രിൻസിപ്പിളിൽ പെട്ടതാ. എന്തെന്ന് പറഞ്ഞാൽ 1 ഹെഡ് ആൻഡ് 1 പ്ലാൻ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ഏതാണ്? യൂണിറ്റി ഓഫ് കമാൻഡ് ആണോ? അല്ലെ, യൂണിറ്റി ഓഫ് കമാൻഡ് ആണോ?
അല്ല, എല്ലാവർക്കും തെറ്റിപ്പോകുന്നതാണ്. എല്ലാവരും ചാടിക്കറി എന്ത് ചെയ്യും? യൂണിറ്റി ഓഫ് കമാൻഡ്, 1 head and 1 plan എന്ന് കേൾക്കുമ്പോൾ യൂണിറ്റി ഓഫ് കമാൻഡ് എഴുതും. ആൻസർ എന്താണ്? യൂണിറ്റി ഓഫ് ഡയറക്ഷൻ ആണ്. ഓക്കെ, അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു ഓർഗനൈസേഷനിൽ തീർച്ചയായിട്ടും ഒരു ഹെഡും ഒരു പ്ലാനും മാത്രമേ ഉണ്ടാവാൻ വേണ്ടി പാടുള്ളൂ എന്ന് ആര് പറയുന്നത്? നമ്മുടെ ഹെൻറി ഫയൽ പറയുന്നത് കേട്ടോ. ഇവിടെ യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുന്ന സമയത്ത് എന്താ? ഒരു സബോർഡിനേറ്റ്സ് അറ്റ് എ ടൈമില് ഒരു സുപ്പീരിയറിൽ നിന്ന് മാത്രമേ ഓർഡേഴ്സ് സ്വീകരിക്കാൻ വേണ്ടി പാടുള്ളൂ. 1 subordinate 1 boss എന്ന കോൺസെപ്റ്റ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പഠിച്ചു വെച്ചു. അപ്പൊ തെറ്റിക്കരുത്, കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. 1 head and 1 plan എന്ന് പറയുന്നത് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ ആണ്. ക്ലിയർ? ഇനി അടുത്ത ചോദ്യം. Identify the management principle which state that a manager should replace I with we in conversation with the workers to foster team spirit. അതായത് ഒരു ഓർഗനൈസേഷനിലെ മാനേജർ അദ്ദേഹത്തിന്റെ എല്ലാ സംസാരങ്ങളിലും എന്ത് യൂസ് ചെയ്യണം? ഇൻസ്റ്റെഡ് ഓഫ് ഐ, അല്ലെ, എനിക്ക്, ഞാൻ എന്നതിന് പകരം നമുക്ക് വേണ്ടി എന്ന് യൂസ് ചെയ്യണമെന്നാണ് ആര് പറയുന്നത്? നമ്മുടെ ഹെൻറി ഫയൽ പറയുന്നത്. ഇങ്ങനെ പറയുന്ന പ്രിൻസിപ്പിളിന്റെ പേരെന്താണ്? ചോദിച്ചു കഴിഞ്ഞാൽ എസ്ബ്രി ഡി കോബ്സ് ആണ്. ഇനീഷ്യേറ്റീവ് അല്ല, യൂണിറ്റ് ഓഫ് കമാൻഡ് നേരത്തെ പറഞ്ഞു, യൂണിറ്റ് ഓഫ് ഡയറക്ഷൻ നേരത്തെ പറഞ്ഞു. സോ ആൻസർ ഏതാണ്? എസ്പ്രിറ്റ് ഡി കോബ്സ് ആണ്. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ഉറപ്പായിട്ട് നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. റെഡി? പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ് എന്ന നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററിലെ ചോദ്യമാണ് കേട്ടോ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നെയിം ദ പേഴ്സൺ ഹു ഹാസ് പ്രൊപ്പൗണ്ടഡ് സയന്റിഫിക് മാനേജ്മെന്റ്. യെസ്, അതും വളരെ പ്രധാനപ്പെട്ട ചോദ്യം. ആരാണ് സയന്റിഫിക് മാനേജ്മെന്റ് എന്നൊരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്? നോക്കാം നമുക്ക് ആരാണ്. ടെറി ആണോ, ഹെൻറി ഫയൽ ആണോ, FW ടൈലർ ആണോ, എബ്രഹാം മാസ്ലോ ആണോ? ചിലർ വേഗം കൊണ്ടുപോയി ആൻസർ ചെയ്യും. എന്താ? ഹെൻറി ഫയൽ എന്ന്. എന്താണ്? തെറ്റാണ്, അല്ലെ? ആൻസർ ഏതാണ്? FW ടൈലർ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കേട്ടോ. എന്താണ്? FW ടൈലർ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ഹീസ് നോൺ ആസ് ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ്. അപ്പം ആരാണ് ഹെൻറി ഫയൽ എന്ന് പറഞ്ഞാൽ? മോഡേൺ മാനേജ്മെന്റ്, അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റിന്റെ ഫാദറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഹെൻറി ഫയൽ എന്ന് പറയാം. ക്ലിയർ? ഇനി അടുത്ത ചോദ്യം. ഐഡന്റിഫൈ ദ എക്സാമ്പിൾ ഓഫ് മെറ്റ AI. എന്താ മെറ്റ? വാട്സ്ആപ്പ് ഒക്കെ എല്ലാവരും ഉപയോഗിക്കുന്നത് അല്ലേ? അപ്പൊ മെറ്റ AIന്റെ എക്സാമ്പിൾ താഴെ കൊടുത്തിട്ടുള്ളത് ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. ടെക്നോളജിക്കൽ ആണോ, അല്ലെങ്കിൽ എക്കണോമിക് ആണോ, അല്ലെങ്കിൽ സോഷ്യൽ ആണോ, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ എൻവയോൺമെന്റ് ആണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പം ബിസിനസ് എൻവയോൺമെന്റ് എന്ന ചാപ്റ്ററിൽ വന്നിട്ടുള്ള ചോദ്യമാണ്. ടെക്നോളജിയുമായി ബന്ധപ്പെട്ട ഫാക്ടേഴ്സ് എല്ലാം ഇതിലാണ് വരിക? ടെക്നോളജിക്കൽ എൻവയോൺമെന്റിലാണ് വരിക എന്നുള്ള കാര്യം ഉറപ്പിച്ചു വെക്കാം. ഇപ്പൊ ഒരു ATM മെഷീൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു ബാങ്ക്, അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ കൊണ്ടുവന്നു. ഇതൊക്കെ എന്താ? പുതിയ പുതിയ ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ് ആണ്, അല്ലെ? ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ് വിച്ച് ഈസ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി എഫക്ട് ദ റണ്ണിങ്, അല്ലെങ്കിൽ ബിസിനസിന്റെ ഡെയിലി ആയിട്ടുള്ള ആക്ടിവിറ്റീസിനെ എന്ത് ചെയ്യുക? എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് വിച്ച് ആർ ഔട്ട്സൈഡ് ദ ബിസിനസ് ഓർഗനൈസേഷൻ. ബിസിനസ് ഓർഗനൈസേഷന്റെ പുറത്താണ് നിൽക്കുന്നത്, അകത്തല്ല, അല്ലെ? അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ബിസിനസ് എൻവയോൺമെന്റ് എന്നൊക്കെ പറയുന്നത്, അല്ലെ? സോ ഫാക്ടർ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ് ആണ്. ഇനി അടുത്തത്, സ്പോട്ട് ദ ഓഡ് വൺ ഫ്രം ദ ഫോളോയിങ്. താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏതാണ് ഓഡ് വൺ എന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്? ഇതും ഡയമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെന്റ് എന്ന ചാപ്റ്റർ എന്ന് ചോദിച്ച ചോദ്യമാണ് കേട്ടോ. ശ്രദ്ധിക്കണേ. ഓക്കെ, ചാപ്റ്റർ അല്ല, കോൺസെപ്റ്റ് ചോദിച്ച ചോദ്യമാണ്. ദെൻ റിലീജിയൻ, കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻ, എഡ്യൂക്കേഷണൽ സിസ്റ്റം, ജുഡീഷ്യൽ സിസ്റ്റം. ഇതിൽ ഏതാണ് ഓഡ് വൺ ആയിട്ട് നിൽക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ഏതാണ്? ജുഡീഷ്യൽ സിസ്റ്റം ആണ്. ഇതെന്താണ്? ലീഗൽ എൻവയോൺമെന്റ് ആണ്. ബാക്കിയുള്ളതെല്ലാം എന്താണ്? സോഷ്യൽ എൻവയോൺമെന്റ് ആണ്. ഓക്കെ, ഇത് ലീഗൽ ആണ്, മറ്റെന്താണ്? ബാക്കിയുള്ള എല്ലാം എന്താണ്? സോഷ്യൽ എൻവയോൺമെന്റിൽ വരുന്നതാണ് കേട്ടോ. ഇനി അടുത്ത ചോദ്യം. എ ഫൈൻ ക്യാൻ ബി ചാർജ്ഡ് ഓൺലി വയലേഷൻ ഓഫ് ഡാഷ്. നല്ലൊരു ചോദ്യം. ഒന്ന് മനസ്സിലാവല്ലോ സംഭവം എന്താണുള്ളത്. ഇനി ഈ ഓപ്ഷൻസ് കാണുന്ന സമയത്താ ഇത് പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ട ചോദ്യമാണെന്ന് മനസ്സിലാവുന്നത്, അല്ലേ? നിങ്ങൾക്കാണെങ്കിൽ അങ്ങനെ തന്നെ അല്ലേ? അപ്പൊ ചോദ്യം ഇതാണ്. ഇവിടെ ഒരു റൂള് തെറ്റിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ഫൈൻ ക്യാൻ ബി ചാർജ്ഡ് ഓൺലി ദ വയലേഷൻ. ആൻസർ പറഞ്ഞല്ലേ? ഓക്കെ, എന്തെങ്കിലും കാര്യം തെറ്റിച്ചു കഴിഞ്ഞാൽ മാത്രമേ എന്താക്കാൻ വേണ്ടി പാടുള്ളൂ? ഫൈൻ ഈടാക്കാൻ വേണ്ടി പാടുള്ളൂ. ദാറ്റ് ഈസ് റൂൾ ആണ്, അല്ലെ? ഒരു റൂള് തെറ്റിച്ചു കഴിഞ്ഞാൽ മാത്രമേ എന്താക്കാൻ വേണ്ടി പറ്റുള്ളൂ? ഫൈൻ ഈടാക്കാൻ വേണ്ടി പറ്റുള്ളൂ എന്ന് പറയുന്നത് എന്താണ്? സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. എല്ലാവരും മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിരിക്കണം, അല്ലെ? മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിരിക്കണം. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? റൂൾ എന്നൊക്കെ പറയാനുള്ളത്, അല്ലെ? അപ്പം സ്ട്രാറ്റജി അല്ല, സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ കോംപ്രഹെൻസീവ് പ്ലാൻ ആണ്, മെത്തേഡ് അല്ല. അതുപോലെ പോളിസി അല്ല, പോളിസി എന്ന് പറഞ്ഞാൽ ജനറൽ ഗൈഡ് ലൈൻസ് ആണ്. അപ്പം എന്താണ് ആൻസർ വരുന്നത്? റൂൾ ആണ്. ഓക്കെ, ഇത് വളരെ പ്രധാനപ്പെട്ട കൺഫ്യൂസിംഗ് ആക്കുന്ന ചോദ്യമാണ് കേട്ടോ. അപ്പൊ ശ്രദ്ധിച്ചു വെക്കുക. ഇനി അടുത്തത്, ഡാഷ് ഈസ് ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് എക്സ്പെക്ടഡ് റിസൾട്ട്സ് എക്സ്പ്രസ്ഡ് ഇൻ ന്യൂമറിക്കൽ ടേംസ്. ഈ ന്യൂമറിക്കൽ ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന റിസൾട്ടിനെ നമ്മൾ ഏത് പ്ലാനുമായിട്ടാണ് കമ്പയർ ചെയ്യുക, അല്ലെങ്കിൽ ഏത് പ്ലാൻ എന്നാണ് വിളിക്കാറുള്ളത്? ദാറ്റ് ഈസ് ബഡ്ജറ്റ്, അല്ലെ? ന്യൂമറിക്കൽ ടേംസിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന, അല്ലെങ്കിൽ എക്സ്പെക്ടഡ് റിസൾട്ട് നമുക്ക് ന്യൂമറിക്കലി ഇന്ന റിസൾട്ട് കിട്ടി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന, അതിനെയാണ്, അത്തരത്തിലുള്ള പ്ലാനിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബഡ്ജറ്റ് എന്ന് പറയാറുള്ളത്.
ഓക്കെ, ഇതും ചോദിക്കാൻ സാധ്യതയുള്ള നല്ലൊരു കിടലൻ ചോദ്യം കേട്ടോ, ശ്രദ്ധിച്ചു വെച്ചോളാം. ഇനി അടുത്ത് all plans are based on certain assumptions. All plans are based on certain assumptions about future. അല്ലെ, ഫ്യൂച്ചറിലേക്ക് certain assumptions ബേസ് ചെയ്തുകൊണ്ടാണ് ആളുകൾ എന്ത് ചെയ്യാറുള്ളത്, പ്ലാൻ ചെയ്യാറുള്ളത്. ഓക്കെ, ഇറ്റ് ഈസ് കാൾഡ് ഡാഷ്. ഇതിനെ എന്ത് വിളിക്കുന്നു? ഈ certain assumption നമ്മൾ എന്ത് വിളിക്കുന്നു? ആൻസർ എന്താണ്? പ്ലാനിങ് പ്രിമൈസസ് എന്നാണ് വിളിക്കുക. എന്താണ്? പ്ലാനിങ് പ്രിമൈസസ് എന്ന് വിളിക്കുന്നു. ഇത് സ്ഥിരമായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് പബ്ലിക് എക്സാമിൽ വരെ ചോദിക്കാറുണ്ട്. എന്താണ്? റിപ്പീറ്റഡ് ക്വസ്റ്റൻ ആയിട്ട് പബ്ലിക് എക്സാമിൽ വരെ ചോദിക്കാറുണ്ട്, ശ്രദ്ധിച്ചു വെച്ചോളൂ. പ്ലാനിങ് പ്രിമൈസസ് അല്ലെ, സർട്ടൻ അസംഷൻസിന് അല്ലെ, പ്ലാൻ ചെയ്യുന്ന എപ്പോഴും ഫ്യൂച്ചറിനെ ബേസ് ചെയ്തുകൊണ്ടാണ്, ആ ഫ്യൂച്ചറിലേക്ക് ജസ്റ്റ് ഒരു അസ്യൂം ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും നമ്മൾ പ്ലാൻ ചെയ്യുക. സോ ആ അസംഷൻസിനെ നമ്മൾ എന്ത് വിളിക്കുക? പ്ലാനിങ് പ്രിമൈസസ് എന്ന് വിളിക്കുക. ഇനി അടുത്ത ചോദ്യം, ദ ഫോം ഓഫ് ഓർഗനൈസേഷൻ ഈസ് നോൺ ആസ് റൂമേഴ്സ്. റൂമേഴ്സ് എന്ന് വിളിപ്പേരുള്ള ഓർഗനൈസേഷൻ ഏതാണ്? ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ തെറ്റിക്കരുത്, ദാറ്റ് ഈസ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. റൂമേഴ്സ്, കിംബദന്തി അല്ലെ, വെറുതെ റൂമേഴ്സ് പരത്താൻ നമ്മൾ പറയാറുണ്ട് അല്ലെ, അതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇൻഫോർമൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയാം. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓർഗനൈസിംഗ് എന്ന ചാപ്റ്ററിൽ വന്ന കിഡിലൻ ചോദ്യമാണ്, നോട്ട് ചെയ്ത് വെച്ചേക്കണം. ഇനി അടുത്ത ചോദ്യം, ഗ്രൂപ്പിംഗ് ഓഫ് ആക്ടിവിറ്റീസ് ഓൺ ദ ബേസിസ് ഓഫ് പ്രൊഡക്റ്റ് ലൈൻ ഈസ് എ പാർട്ട് ഓഫ് ഡാഷ്. പ്രൊഡക്റ്റ് ലൈനിന്റെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ സ്ട്രക്ചറൈസ് ചെയ്യുന്ന ഏത് സ്ട്രക്ചറാണ് അല്ലെ, പ്രൊഡക്റ്റ് ലൈനെ വെച്ചുകൊണ്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്ന ഏത് സ്ട്രക്ചർ ഓഫ് ഓർഗനൈസേഷൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ ഓർത്തോളം ഏതാണ്? ഡിവിഷണൽ സ്ട്രക്ചർ ആണ്. ഇനി ഫംഗ്ഷണൽ സ്ട്രക്ചറിൽ ബേസിക്കലി വൺ പ്രൊഡക്റ്റ് ഉണ്ടായിരിക്കുള്ളൂ കേട്ടോ, ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ് ആണ്. വൺ പ്രൊഡക്റ്റ് ഓൺലി എന്ന് എഴുതി വെക്കുന്നുണ്ട് സാർ ഇവിടെ, വൺ പ്രൊഡക്റ്റ് ഓൺലി. ഡിവിഷണൽ സ്ട്രക്ചർ ആണെങ്കിലോ മോർ ദാൻ ടു പ്രൊഡക്ട്സ് അല്ലെ, മോർ ദാൻ ടു പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോം ആയിരിക്കും ഡിവിഷണൽ സ്ട്രക്ചർ അഡോപ്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ ജനറലി ബിഗ് അല്ലെങ്കിൽ വലിയ ബിസിനസ് ഫോംസ് ആയിരിക്കും ഡിവിഷണൽ സ്ട്രക്ചർ ഫോളോ ചെയ്യുക. അതേപോലെ തന്നെ സ്മോൾ ബിസിനസ് സ്ട്രക്ചർ ഉള്ള ആളുകൾ, സ്മോൾ ബിസിനസ് ഓർഗനൈസേഷൻ ഉള്ള ആളുകളായിരിക്കും എന്ത് ചെയ്യുക? ഫംഗ്ഷണൽ സ്ട്രക്ചറും ഫോളോ ചെയ്യുക. അപ്പൊ ഈ കാര്യങ്ങൾ രണ്ടും എന്താക്കുക? നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഡിവിഷണൽ സ്ട്രക്ചറും ഫംഗ്ഷണൽ സ്ട്രക്ചറിന്റെയും ആ സ്ട്രക്ചർ അല്ലെ ഇങ്ങനെ കൃത്യമായിട്ട് വരച്ചു വെക്കാൻ നിങ്ങൾ എന്താക്കണം? പഠിക്കണം കേട്ടോ. ഉറപ്പായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ക്ലിയർ? സ്ട്രക്ചർ വരയ്ക്കാൻ വേണ്ടി കൃത്യമായിട്ട് ഓർത്ത് വെക്കുക കേട്ടോ. യെസ്, ഇനി നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എ ടോൾ സ്ട്രക്ചർ ഹാസ് ഡാഷ് അല്ലെ. ടോൾ സ്ട്രക്ചറിന് എന്തൊക്കെയോ ഒരു പ്രത്യേകതയുണ്ട്. ഈ താഴെ പറഞ്ഞ ഏത് പ്രത്യേകതയാണ് ഒരു ടോൾ സ്ട്രക്ചർ? വിച്ച് മീൻസ് അവിടെ ഒരുപാട് സ്ട്രക്ചർ അല്ലെങ്കിൽ സുപ്പീരിയർ സബോർഡിനേറ്റ്സ് റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും. അതാണ് നമ്മൾ ടോൾ സ്ട്രക്ചർ. ആ ടോൾ സ്ട്രക്ചർ എന്ന് പറയുന്ന കേൾക്കുന്ന സമയത്ത് നമുക്ക് ഓർമ്മ വരും, അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? അവിടെ ഒരു വലിയ ബിസിനസ് സ്ഥാപനമാണ് നിൽക്കുന്നത്, ഒരുപാട് പ്രൊഡക്റ്റുകൾ ഒരുപാട് സർവീസ് ഒക്കെ കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. അതിന് മാത്രമേ എന്തുണ്ടാവുള്ളൂ? ടോൾ ബിസിനസ് സ്ട്രക്ചർ ഉണ്ടാവുള്ളൂ. അങ്ങനെ ടോൾ ബിസിനസ് സ്ട്രക്ചറിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള താഴെ കൊടുത്തിട്ടുള്ള ഏതാണ്? അവിടെ എന്താണ് നടക്കുന്നത്? ഓക്കെ, നാരോ സ്പാൻ ഓഫ് മാനേജ്മെന്റ് ആണോ? യെസ്. അപ്പൊ സ്പാൻ ഓഫ് മാനേജ്മെന്റ് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ട് അറിയേണ്ടതുണ്ട്. സ്പാൻ ഓഫ് മാനേജ്മെന്റ് വിളിക്കുന്ന മറ്റൊരു പേരാണ് സ്പാൻ ഓഫ് കൺട്രോൾ. എന്താണ്? സ്പാൻ ഓഫ് കൺട്രോൾ എന്ന് സ്പാൻ ഓഫ് മാനേജ്മെന്റ് വിളിക്കാറുണ്ട്. എന്താണ് സ്പാൻ ഓഫ് കൺട്രോൾ, സ്പാൻ ഓഫ് മാനേജ്മെന്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സുപ്പീരിയർക്ക് എഫക്റ്റീവ് ആയിട്ട് എത്ര പേരെയാണ് മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്? ഒരു സുപ്പീരിയർക്ക് എഫക്റ്റീവ് ആയിട്ട് ഇവിടെ 4 പേരുണ്ടെന്ന് വിചാരിക്കാം അല്ലെ, ABCD. അപ്പൊ ഈ 4 പേര് മാത്രമേ എന്താക്കാൻ വേണ്ടി പറ്റില്ല? എഫക്റ്റീവ് ആയിട്ട് കൺട്രോൾ ചെയ്യാനും മാനേജ് ചെയ്യാനും വേണ്ടി പറ്റുന്നുള്ളൂ. ഓക്കെ, സോ അതിന് ആ കോൺസെപ്റ്റിനെ നമ്മൾ എന്ത് വിളിക്കുക? സ്പാൻ ഓഫ് മാനേജ്മെന്റ് എന്ന് പറയാം. അപ്പൊ ബേസിക്കലി ഒരു ബിസിനസ് ഓർഗനൈസേഷന്റെ സ്ട്രക്ചർ ടോൾ ആണ്, വലുതാണ് എന്നുണ്ടെങ്കിൽ അവിടെ വൈഡ് സ്പാൻ ഓഫ് മാനേജ്മെന്റ് അല്ലേ ഉണ്ടാവുക? ഒരുപാട് ആൾക്കാരുണ്ടാവും. റെഡി? നോ സ്പാൻ ഓഫ് മാനേജ്മെന്റ് ഉണ്ടോ? അല്ല, തെറ്റാണ്. ലെസ് ലെവൽ ഓഫ് മാനേജ്മെന്റ് ആണോ? അല്ല, തെറ്റാണ്. സോ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. വൈഡ് സ്പാൻ ഓഫ് മാനേജ്മെന്റ് അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരു ടോൾ സ്ട്രക്ചർ ഫോളോ ചെയ്യുന്ന ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ക്ലിയർ? അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് വളരെ പ്രധാനപ്പെട്ട 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ളത്. അപ്പൊ ഇത്തരത്തിലെ ചോദ്യങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഈ 1 മാർക്കിന്റെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ ചില കോൺസെപ്റ്റുകൾ നമുക്ക് ചിലപ്പോൾ 3 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്, 4 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഡെലിഗേഷൻ അല്ലെങ്കിൽ ഡെലിഗേഷനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഓർഗനൈസ് ചെയ്യുന്ന ചാപ്റ്ററിൽ. അതേപോലെ തന്നെ ഫോർമൽ ഇൻഫോർമൽ ഓർഗനൈസേഷൻ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട SC ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും നമ്മൾ പരിചയപ്പെടണം. വർക്ക്ഔട്ട് ചെയ്യണമെന്നില്ലെങ്കിലും തീർച്ചയായിട്ടും നമ്മൾ അതുമായി ബന്ധപ്പെട്ട റെഫറൻസുകൾ നടത്തണം. എന്നാൽ മാത്രമേ നമുക്ക് ചോദ്യങ്ങൾ കാണുന്ന സമയത്ത് ഉഷാറോടെ കോൺഫിഡൻസോട് കൂടി എഴുതാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, സോ എല്ലാവരും ഉഷാറായിട്ട് തന്നെ പഠിക്കുക. ഓണം എക്സാം ഉഷാറായിട്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യുക. സോ ഓൾ ദി ബെസ്റ്റ് ഗൈസ്.